നമസ്കാരം. നമസ്കാരം സാറേ, കൊച്ചി കണ്ടവന് അച്ചി വേണ്ടെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഇപ്പോൾ കൊച്ചി അതുപോലെ തന്നെ വീണ്ടും ഒരു അഴുക്കുചാലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചി മാത്രമല്ല, കേരളത്തിൻ്റെ മിക്കവാറും നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു കാലത്ത് ഗുണ്ടാ മാഫിയ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതിന് പകരമായി ആ ഭാഗത്തു നിന്ന് അവർ മാറിയപ്പോൾ പകരമായി വന്നിരിക്കുന്നത് പെൺ വാണിഭത്തിൻ്റെ വിവിധ വേർഷനുകളാണ്. അത് വളരെ സജീവമായ ഒരു വസ്തുതയാണ്. നമ്മളതിന് നമ്മുടെ കേരളം നമ്പർ 1 ആണ് എന്ന് പറയുമ്പോൾ ഇക്കാര്യത്തിൽ നമ്മളങ്ങനെ പിന്നിലാകാൻ പാടില്ലല്ലോ. എല്ലാ കാര്യത്തിലും നമ്മൾ നമ്പർ 1 ആകണ്ടേ. അപ്പോൾ ഇതിൽ നമ്മൾ മറ്റ് സിറ്റികളെ അപേക്ഷിച്ച് മത്സരത്തിലാണ് എന്ന് പറയാം. അല്ലെ, ലോകാരംഭം മുതലുള്ള സംഭവങ്ങളാണ് ഇത് ഏറ്റവും പഴക്കം ചെന്ന തൊഴിലാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ തൊഴിലിൽ ആരെങ്കിലും ഒരു വിഭാഗത്തെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടതില്ല. അതായത് ലൈംഗിക വ്യാപാരം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ ഇതൊരു വലിയ വ്യവസായമാണ്. പോൺ ഇൻഡസ്ട്രി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. പോൺ ഇൻഡസ്ട്രിയിൽ ഒരു കാലത്ത് പാശ്ചാത്യ താരങ്ങളായിരുന്നു പോപ്പുലറായി നിന്നിരുന്നത്. അവരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. എറണാകുളത്തൊരു താരം വന്നപ്പോൾ ഉണ്ടായ പുരുഷാരം നമ്മൾ കണ്ടതാണ്. അത് പ്രധാനമന്ത്രി വന്നാലും ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾ വന്നാലും ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതലായിരുന്നു അന്ന് സണ്ണി ലിയോൺ എന്ന് പറയുന്ന ഒരു ലേഡി വന്നപ്പോൾ. എറണാകുളത്തിന്റെ സാംസ്കാരിക ചിത്രമാണ് യുവാക്കളുടേതെന്ന് മനസ്സിലാക്കണം. ഇന്റർനെറ്റിന്റെ വ്യാപനം ഇതിനൊരു വലിയ, അന്ന് ഇന്റർനെറ്റിന്റെ വ്യാപനം ഇത്ര ഇല്ല. അത്ര ആ കാലഘട്ടം കൂടെ ആലോചിച്ച് നോക്കണം. എത്രയോ 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്രയും പോപ്പുലാരിറ്റി ഉള്ള സമയത്തല്ലത്. അന്ന് അവർക്ക് ഇത്രയധികം ആരാധകർ യുവാക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങളെ ആരാധിക്കുന്നവർക്ക് ഏത് കാര്യവും അങ്ങനെയാണല്ലോ. നമ്മൾക്ക് ഇന്ന് ലോകത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഇൻഡസ്ട്രി സിനിമയാണ്. എല്ലാവർക്കും അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. താരങ്ങളോട് ആരാധന തോന്നുമ്പോൾ അത് ചെയ്യണമെന്നുള്ള ആഗ്രഹവും വരും, സ്വാഭാവികം. പിന്നെ അല്ലെ, ഇന്റർനെറ്റ് വന്നതോടുകൂടി അത് ഒന്നും കൂടെ വ്യാപകമായി എന്നാണ് ഞാൻ. ഇന്റർനെറ്റ് വന്നതോടുകൂടി പോൺ ഇൻഡസ്ട്രി ശക്തിപ്പെട്ടു. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ നിന്ന് പോൺ താരങ്ങൾ ഇപ്പോൾ അവരുടെ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നു ഇന്റർനെറ്റിൽ എന്നുള്ളത്. അത് കൊച്ചി കേന്ദ്രീകരിച്ചാണെന്നുള്ള കാര്യം അറിയാവോ സാറേ? മസാജിന്റെ മറവിൽ ക്രോസ് മസാജിങ് അത്തരം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റില്ലേ? മസാജ് പോലുള്ള അല്ലെങ്കിൽ ഈ പെൺവാണിഭം പോലുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ അതിശക്തമായ നടപടികളാണ് കൊച്ചി പോലീസ് എടുക്കുന്നത്. കൊച്ചി പോലീസ് എന്ന് വെച്ചാൽ ഇന്ന് കൊച്ചി നഗരത്തിന്റെ മുക്കും മൂലയും അതിസൂക്ഷ്മമായിട്ട് അരിച്ചു പെറുക്കി നിരീക്ഷിക്കാൻ കഴിവുള്ളവരാണ്. കേരളത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ പോലീസിംഗ് നടക്കുന്ന ഒരു പ്രദേശമാണ് കൊച്ചി. പക്ഷെ അവരുടെ കണ്ണു വെട്ടിക്കാൻ വേണ്ടി നിരവധിയായ തന്ത്രങ്ങളാണ് ഈ മേഖലയിലുള്ളവർ ചെയ്യുന്നത്. അതായത് സിനിമാ താരങ്ങൾ മാത്രം ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു സംവിധാനമാണ് കാരവൻ എന്ന് പറയുന്നത്. ഇന്ന് കൊച്ചി നഗരത്തിൽ ഈ ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടി എത്രയധികം കാരവനുകൾ സർവീസ് നടത്തുന്നുണ്ടെന്ന് അറിയാമോ? അതായത് പുറം ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ല, പുറം ലോകത്ത് നിന്ന് മാറി സിറ്റിയിലെ നഗര ഹൃദയങ്ങളിലൂടെ ഈ കാരവൻ സഞ്ചരിക്കുമ്പോൾ അതിലെ ഉപഭോക്താക്കൾ എന്താണോ ആഗ്രഹിക്കുന്നത് സ്വച്ഛന്തം അവർക്ക് ഒരു വീട്ടിലോ ഹോട്ടലിലോ എങ്ങനെയാണോ അവർ അക്കാര്യം നിർവഹിക്കുന്നത് അതേപോലെ നിർവഹിക്കാവുന്ന സൗകര്യങ്ങളിലേക്ക് നമ്മുടെ കൊച്ചി നഗരം മാറിയിട്ടുണ്ട് കാരവൻ സർവീസിൽ. അതേപോലെ തന്നെ ഈ ആയുർവേദ പരമ്പരാഗത ആയുർവേദമുണ്ട്. പിന്നെ ആയുർവേദ കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവരുണ്ട്, ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പോലും തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന ഇതുണ്ട്. അതായത് മസാജിങ് എന്നൊരു വാക്ക്, ആ ഒരു വാക്ക് വെച്ചാൽ നമ്മൾ എന്താണ് അതിൽ അർത്ഥമാക്കുന്നത്? സാധാരണഗതിയിൽ മലയാളി എവിടെയെങ്കിലും മസാജിങ് എന്നും പറഞ്ഞൊരു ബോർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിത്രം വ്യത്യസ്തമാണ്. അത് ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചിത്രമാണ് അവൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അവിടെ അവരുടെ ഫോൺ നമ്പർ ഉണ്ടാകും, അവിടെ ചെന്ന് ഈ പറയുന്ന കാര്യം നിർവഹിക്കുന്നു. ഒപ്പം ആയുർവേദ മസാജ് സെന്ററുകളുണ്ട്. അത് ആശുപത്രികളോട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ അവരുടേതായ ശാസ്ത്രീയമായ തിരുമ് മർമ്മ ചികിത്സയുടെ ഭാഗമായിട്ടാണ്. അവരാരും ഈ രീതിയിൽ പരസ്യം ചെയ്യുന്നില്ല. അത് വളരെ പ്രശസ്തമായതുകൊണ്ട് തന്നെ നമ്മൾക്ക് അങ്ങനെ ഏതെങ്കിലും ശാരീരികമായ അവശതകൾ ഒരു മസാജിലൂടെ മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലാൻ പറ്റും. നടുവേദന അതുപോലെയുള്ള രോഗങ്ങൾ ആയുർവേദ ചികിത്സയിലൂടെ മാറ്റാൻ പറ്റും. എന്നാൽ അതിന്റെ മറ പിടിച്ചുകൊണ്ട് സ്പാ എന്ന് പറഞ്ഞ്, മസാജിങ് സെന്റർ എന്ന് പറഞ്ഞ്, ആയുർവേദ മസാജിങ് എന്ന് പറഞ്ഞ് ഒക്കെ ഇവർ ബോർഡ് വെക്കും. അപ്പോൾ സാധാരണഗതിയിൽ ഈ ബോർഡ് ആരെയാണ് ലക്ഷ്യം വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബോർഡ് വെക്കുന്നവർക്ക് അറിയാം ഇത് ആരെയാണെന്ന്. ആ ലക്ഷ്യത്തിൽ തന്നെ ഇത് ചെന്ന് തീർക്കും. അവരുടെ കണ്ണുകൾ മാത്രമേ ഇതിൽ ഉടക്കുകയുള്ളൂ. അവർ വിളിക്കുമ്പോൾ വൻ തുകകൾ ഈടാക്കിക്കൊണ്ട് മസാജിങ് സെന്ററിൽ ഇവർക്ക് പ്രവേശനം ലഭിക്കുകയാണ്. അപ്പോൾ കുറേ നിബന്ധനകളുണ്ടെന്നാണ് പറയുന്നത്. നമ്മളുടെ ഫോൺ അവർ നേരത്തെ തന്നെ വാങ്ങിച്ചു വെക്കും.
നമ്മുടെ ശരീര പരിശോധന നടത്തി രഹസ്യ ക്യാമറകളൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തും. അതോടൊപ്പം തന്നെ നമ്മൾ പോലീസാണോ അതോ ഒറിജിനൽ ക്ലയന്റ് ആണോ എന്നറിയാൻ വേണ്ടിയുള്ള വേറെ കുറേ മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അതെല്ലാം ചെയ്ത് പ്രത്യേകിച്ച് നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന രീതികളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾക്ക് നേരിട്ട് അറിയുന്നില്ല എങ്കിൽ പോലും പത്രത്തിലെയും മറ്റു റിപ്പോർട്ടുകൾ എത്രയോ നാളുകളായി പലരെയും ഈ ഹണി ട്രാപ്പിലൊക്കെ പെടുത്തുന്ന ആൾക്കാർ ഉൾപ്പെടെ കബളിപ്പിക്കുന്ന ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പോലീസിന്റെ കണ്ണുവെട്ടിക്കാനുള്ള ഒരു തന്ത്രമാണ്. ഒരു പോലീസിന് ഇതിന് കൃത്യമായ നടപടികൾ എടുക്കാൻ പറ്റില്ല ഇത്തരക്കാരെ? പോലീസ് എടുക്കുന്നുണ്ടല്ലോ. പോലീസ് അവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എസ്കോർട്സ് പോലുള്ള കൊച്ചി എസ്കോർട്സ് പോലുള്ള കുറെ ആപ്പുകളുണ്ട്. അതല്ല എങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആപ്പുകൾ എന്ന് പറഞ്ഞുകൊണ്ട് OLX പോലുള്ളതിൽ പരസ്യമുണ്ട്, ഫേസ്ബുക്കിൽ പരസ്യമുണ്ട്. ഫേസ്ബുക്കിലൊക്കെ പരസ്യം എന്ന് പറയുന്നത് ഞാനൊരു 45-കാരിയായ യുവതിയാണ്, എനിക്ക് ഭർത്താവിനെ വേണം, എത്ര പ്രായമായാലും പ്രശ്നമില്ല. ഈ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ഇൻവിറ്റേഷൻ ആണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇത് ആഗ്രഹിക്കുന്ന ആൾക്കാർ നേരെ ഈ നമ്പറിലേക്ക് കോൾ ചെയ്യുകയാണ്. ആ നമ്പറിലേക്ക് കോൾ ചെയ്യുമ്പോൾ അവർക്ക് ഈ വ്യക്തിയെ സംബന്ധിച്ചുള്ള അത്യാവശ്യ വിവരങ്ങൾ കിട്ടുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് അവർ വേണമെങ്കിൽ ചില പഠനങ്ങൾ നടത്തുന്നു. അതിനൊക്കെ സംവിധാനമുണ്ട്. ഇതൊരു സംഘടിത കുറ്റകൃത്യമായിട്ടാണ് നിൽക്കുന്നത്. കാരണം നിയമം നമ്മുടെ നാട്ടിൽ ഇത് കർശനമായിട്ട് ഒഴിവാക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വലിയൊരു അപാകത എന്ന് പറയുന്നത് തെളിവ് സഹിതം ഇവരെ പിടിക്കുവാൻ അല്ലെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ട സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടാകാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു സാക്ഷിയോടുകൂടി ചെയ്യുന്നൊരു കാര്യമല്ല. അപ്പൊ സാക്ഷികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായി അവർക്കുള്ള ഗുണം എന്താണ്? കേസ് ട്രയലെല്ലാം നടന്ന അവസാനം കോടതി വെറുതെ വിടും. കോടതിക്ക് തെളിവുകൾ ആവശ്യമാണ്. തെളിവുകൾ ഇല്ലാത്ത രീതിയിൽ സ്വകാര്യമായി ഗൂഢമായി ചെയ്യുന്നൊരു കാര്യത്തിൽ പോലീസിന് അവരുടെ പരിധിക്ക് അപ്പുറത്ത് ആ പരിധിയിൽ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. പിന്നെ പണം കണ്ടെടുക്കുക പോലുള്ള കാര്യങ്ങളാണ്. ഈ പണം കണ്ടെടുത്താൽ പോലും വിദഗ്ധനായ ഒരു വക്കീലുണ്ടെങ്കിൽ അത് വാദിച്ചിട്ട് ആ പണം ഒരു വ്യാപാരത്തിന്റെ ഭാഗമായിട്ടുള്ളതല്ല എന്ന് സ്ഥാപിക്കുമ്പോൾ അവിടെയും പ്രശ്നം അവസാനിക്കുന്നു. രണ്ടാമത്തത് പരസ്പര സമ്മതപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും നിയമാനുസൃതം ഇത്തരം കേസുകളിൽ ശിക്ഷിക്കാൻ പര്യാപ്തമല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? സാംസ്കാരിക അധപ്പതനം അല്ലേ സർ? യാതൊരു സംശയവും വേണ്ട. പക്ഷെ ഈ അധപ്പതനം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഈ അധപ്പതനം ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അത് ഇത്തിരി അതിന്റെ റേഷ്യോ കൂടിയിട്ടുണ്ട്. കാരണം ഒരു സാംസ്കാരിക അന്തരീക്ഷം കേരളത്തിൽ നിന്ന് മൺമറഞ്ഞിട്ട് കാലം കുറയായി. കേരളം വിട്ട് വെളിയിലേക്ക് പോയാൽ എല്ലായിടത്തും അവരുടേതായ ഒരു സംസ്കാരത്തിലാണ് ആൾക്കാർ ജീവിക്കുന്നത്. അത് ഒരുപക്ഷെ മതപരമാകാം, ടെറിട്ടോറിയലാകാം, ഇതല്ല എങ്കിൽ വംശീയമോ ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യേക രീതിയിലുള്ള ഒരു സംസ്കാരമുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലേക്കൊക്കെ പോയാൽ പെട്ടെന്ന് നമ്മൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ ഫെസ്റ്റിവൽസിന്റെ സംസ്കാരത്തിൽ നിന്ന് പോലും നമ്മൾ പിന്മാറിയപ്പോൾ അവർ പണ്ട് എന്തായിരുന്നു അതേപോലെ തന്നെ അവർ നിൽക്കുകയാണ്. അപ്പോൾ എവിടെ സംസ്കാരം നിഷ്ക്രമിക്കുന്നോ അങ്ങോട്ട് വേറൊരു കാര്യം സംക്രമിക്കും. അപ്പോൾ വേറൊരു കാര്യം ഇവിടെ കടന്നു വരും. അതിൽ ഇപ്പോൾ നമ്മുടെ യുവാക്കളിലും യുവതികളിലും എന്തുകൊണ്ട് ഇങ്ങനെ ഫ്രീ ആയി ജീവിതത്തെ ആസ്വദിച്ചുകൂടാ, ആസ്വദിക്കുന്നത് തെറ്റാണോ എന്നൊരു ചിന്ത വന്നിട്ടുണ്ട്. നമ്മൾ പരസ്യമായി കാണുന്ന സിഗരറ്റ് വലി പോലെ, മയക്കുമരുന്നിന്റെ ഉപയോഗം പോലെ രഹസ്യമായി ഇത്തരം കാര്യങ്ങളും, ഇതും രഹസ്യമാണെന്ന് പറയുമ്പോൾ പോലും പലപ്പോഴും പരസ്യമായ ഉദാഹരണങ്ങൾ ഇതിൽ സംഭവിക്കുന്നില്ലേ? കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ ഇതൊരു കാരണമാകില്ല? ലൈംഗിക കുറ്റകൃത്യം കുട്ടികളോടൊക്കെയുള്ള കുറ്റകൃത്യങ്ങൾ ഇല്ല. ഈ രീതിയിലാണെങ്കിൽ അത് ലൈംഗിക കുറ്റകൃത്യങ്ങളെ ഒരുപക്ഷെ വർദ്ധിപ്പിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം നമ്മൾക്ക് ഒരു മഹത്തായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. അത് പറയുമ്പോൾ ആൾക്കാർ വേണം എന്നെ ചെളിവാരി എറിയും. ദേവദാസി സംസ്കാരം. ദേവദാസി സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരാൾ അതിനു വേണ്ടി നിയോഗിക്കപ്പെടുകയാണ്. അത് ദൈവികമായ ഒരു ചടങ്ങായിട്ടും അതിന്റെ ആവശ്യക്കാരൻ അവിടെ പോയി ഒരു സാംസ്കാരികമായ അന്തരീക്ഷത്തിൽ അതിനെ ഭക്തിയാദരപൂർവ്വം നിർവഹിച്ചിട്ട് പോരാമായിരുന്നു. ഒരു കാലത്തെ കാഴ്ചപ്പാടായിരുന്നു. അവിടെ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ ആ സംസ്കാരം മാറിയിട്ട് ചുവന്ന തെരുവുകളാണ് രംഗപ്രവേശനം ചെയ്തത്. അതിപ്പോൾ വടക്കേ ഇന്ത്യയിലുള്ള ചുവന്ന തെരുവുകളിലെല്ലാം ഇത് നിർബാധം നടക്കുന്നുണ്ട്. അത് ഗവൺമെന്റ് അംഗീകരിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിനും ആരോഗ്യ പ്രവർത്തകർക്കും ഇത്തരം കാര്യങ്ങളെ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. പോലെയുള്ള രോഗങ്ങൾ അത് വ്യാപിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ പറ്റും. അതേപോലെ തന്നെ പ്രിക്വേഷൻസും പ്രിവെൻഷൻ മെത്തേഡും ഒക്കെ അവിടെ അവർക്ക് പറഞ്ഞു കൊടുക്കുവാനൊക്കെ സാധിക്കും. പക്ഷെ നിശബ്ദമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ നിഴലുകൾക്ക് അടിയിൽ അണ്ടർഗ്രൗണ്ടിൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ചും മറ്റെല്ലാ വിഭാഗങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സിനും പുറത്ത് നടത്തുമ്പോൾ അതിനെ മോണിറ്റർ ചെയ്യുവാനും ശരിയായ രീതിയിൽ അതിനെ ഒരു സമൂഹത്തിന് ഗുണപ്രദമായ രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാനും പറ്റാത്തൊരവസ്ഥ വരും. ഇതിനെന്താ പരിഹാരം? ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത് ഈ സാംസ്കാരികമായി നമ്മൾ എവിടെ നിൽക്കുന്നു എന്നാണ് ആദ്യം ആലോചിക്കേണ്ടത്. ഒരു ലൈംഗിക അരാജകത്വമുള്ളൊരു സമൂഹത്തിലാണ് മലയാളി ജീവിക്കുന്നത്.
നമ്മുടെ നാട്ടിലൂടെ ഒരു സ്ത്രീ, മലയാളികളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ലോകത്ത് എല്ലാവരും ഉണ്ടെന്ന് സാറ് തന്നെ പറഞ്ഞു. ലോകത്ത് ഇപ്പൊ നിങ്ങൾക്ക് ന്യൂഡ് ബീച്ചുകൾ ധാരാളം സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. വിദേശങ്ങളിൽ ചെന്നാൽ ന്യൂഡിറ്റി ഉള്ള ബീച്ചുകൾ കാണാം. മലയാളികൾ കോവളത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ എന്താ, അവിടെ ന്യൂഡിറ്റി ഒന്നുമില്ല, സാധാരണ ബീച്ചാണ്. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ വിദേശികളുടെ 2 പീസ് ഡ്രസ്സ് ഇട്ട് വരുന്നവരെ ഒളിഞ്ഞും തെളിഞ്ഞും നോക്കിക്കൊണ്ട് അവർ കടൽ കാണാനാണോ ചെല്ലുന്നത്, വേറെ എന്തെങ്കിലും കാണാനാണോ നമ്മൾ ചിന്തിക്കും. എന്നാൽ ന്യൂഡിറ്റി ഉള്ള ബീച്ചുകളിലോ അല്ലെങ്കിൽ പിന്നെ ഈ ഫ്ലോറിഡയിലുണ്ട്, എത്രയും സ്ഥലങ്ങളിലും പ്രസിദ്ധമായ ധാരാളം ബീച്ച്, റിയോ ഡി ജനീറോയിലുണ്ട്, മിയാമിയിലുണ്ട്, ഇങ്ങനെയൊക്കെയുണ്ട്. അവിടെയൊക്കെ എത്ര അല്പവസ്ത്രം ധരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരാളും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. എൻ്റെ അർത്ഥം ലൈംഗിക ദാരിദ്ര്യമില്ലാത്ത ഒരു സമൂഹത്തിലെ ഇത്തരം കാര്യങ്ങളെ നമുക്ക് ഒരു സംസ്കാരത്തെ സംബന്ധിച്ചുള്ള നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കേരളം സാംസ്കാരികമായിട്ട്, പ്രത്യേകിച്ച് ലൈംഗിക സംസ്കാരത്തിൽ ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റമാണ് നമ്മൾക്ക്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ പോൺ കാണുന്നത് ആരാണെന്ന് ഒരു പരീക്ഷണം നടത്തിയപ്പോൾ പാകിസ്ഥാൻകാര്, ഇന്ത്യക്കാര്, ഇവരൊക്കെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇന്ത്യക്കാരില് പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക് രാജ്യമല്ലേ, അവിടെ ഇത് നിരോധനമുള്ളതല്ലേ. കണ്ണിന് അവരെ ബുർഖയൊന്നും ഇട്ടിട്ടില്ല, അവർക്ക് കണ്ണിന്റെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടല്ലോ. കാണാം. ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് നമ്മുടെ കണ്ണുകൾ പോകും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ അഡിക്ഷന് ഉപയോഗം വളരെ കൂടുതലാണ്. നമ്മൾ വെറുതെ കേരളം ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവിടുത്തെ നിശാരാവുകൾ, രാത്രികൾ, അവിടുത്തെ നിശാസഞ്ചാരങ്ങളിലെല്ലാം ഈ അബദ്ധസഞ്ചാരം ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. ഈ എന്തിനേറെ പറയുന്നു, പുരുഷന്മാർ സ്വയം വാടക കൊടുക്കാൻ രംഗത്തുള്ളൊരു പ്രദേശമാണ് കൊച്ചി എന്നുള്ള കാര്യം അറിയാവോ? ഇല്ല. പുരുഷന്മാർ സ്വയം വാടക കൊടുക്കാൻ, സ്ത്രീകളെ നമ്മൾ കുറ്റം പറയുമ്പോൾ ആ രംഗത്തേക്ക് പുരുഷന്മാർ ധാരാളമായിട്ടൊരു സ്വയം തൊഴിൽ കണ്ടെത്തിക്കൊണ്ട് കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് ഇതൊരു മികച്ച വരുമാന മാർഗമാണ്, ടിപ്പും പോക്കറ്റ് മണിയും കിട്ടും. ഇതേപോലെ തന്നെ കേരളത്തിൽ ഇന്ന് ഇതൊരു നല്ല ബിസിനസ്സാണ്. ഇത് ബിസിനസ്സായിട്ട് നടത്തുന്ന പ്രമുഖ വ്യക്തികളുണ്ട്. അവര് ലേഡീസിനെ റിക്രൂട്ട് ചെയ്തിട്ട് അവർക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നു. മാസ ശമ്പളം പ്ലസ് ടിപ്പായിട്ട് ഈ ഒരു കാര്യം നടക്കുന്നു. കഴിഞ്ഞിടയ്ക്ക് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു ലേഡി, ഭർത്താവും ഭാര്യയും തമ്മിൽ ഭയങ്കരമായ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭർത്താവ് ചിലവിന് കൊടുക്കുന്നില്ല, ഭാര്യയും ഭർത്താവുമാണെന്നുള്ള കാര്യം ഓർക്കണം. ഭർത്താവും മദ്യപിച്ച്, അയാൾ സമ്പന്നാണെങ്കിൽ പോലും മദ്യപിച്ച് നടക്കുന്നു, ഇവരുടെ കയ്യിൽ പണമില്ല. ഇവരുടെ കയ്യിൽ പണമില്ലാത്തപ്പോൾ ഇവരെന്നോട് പറഞ്ഞൊരു വാചകമാണ്, ഞാനൊരു പരസ്യം കണ്ടിട്ട്, മസാജിങ് പരസ്യം കണ്ടിട്ട് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കെ നിങ്ങൾക്ക് ജോലി തരാം, നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്താ? അപ്പോൾ ഇവർ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിച്ചപ്പോൾ, വിദ്യാഭ്യാസം ചോദിച്ചപ്പോൾ ഇതാണെന്ന് പറയും. നിങ്ങൾ എന്താണ്? ഇപ്പോൾ കമ്പ്യൂട്ടർ മേഖലയിലാണ്, IT മേഖലയിലാണ് പ്രവർത്തിച്ചിരുന്നത്, ഭർത്താവ് വിടാത്തതുകൊണ്ട് പോകുന്നില്ല, ഇപ്പോൾ വരുമാനമില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് മികച്ച ശമ്പളം തരാം, പക്ഷേ ആദ്യത്തെ 3 മാസം നിങ്ങൾ വേറെ കസ്റ്റമേഴ്സിനെ പിടിക്കരുത്, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ പണം തന്നുകൊള്ളാമെന്ന് പറഞ്ഞു. പിന്നീട് അതിന്റെ കാരണം ഈ രംഗത്തേക്ക് പോയാൽ, ഒരു വ്യക്തിയെ ഈ രംഗത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെ പിന്നെ ഇത് കൈമാറി അവരുടെ ജീവിതം അങ്ങ് തകർന്നു പോകും. അതുകൊണ്ട് എന്തോ മനോധൈര്യത്തിൽ ഇത്തരം ഒരു ചതിക്കുഴിയിൽ നിന്ന് ശ്രദ്ധിക്കണം, നിങ്ങളുടെ ലൈഫ് ഇതോടുകൂടി എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങൾക്കും അതീതമായി നശിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ അവരതിൽ നിന്ന് പിന്മാറി. അപ്പോൾ നമ്മളുടെ നാട്ടിൽ ഇതേപോലെ മനോവിഷമവും സാമ്പത്തിക വിഷമവും മറ്റ് അവശതകളും ക്ഷാമവും ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു നല്ല തൊഴിൽ മേഖലയായിട്ട് ഇത് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ സാംസ്കാരിക നിലവാരത്തിൽ ജീവിക്കുന്ന കേരളത്തിലെ പുരുഷന്മാർക്ക് ഇത്തരം ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഈ രീതിയിലുള്ള ആൾക്കാരെ തേടി പോകുന്നതിന് മനസ്സുണ്ട്, അവരുടെ സാംസ്കാരിക ബോധം അതിന് വിലക്കുന്നില്ല എന്നതല്ലേ? കൊച്ചി നമ്മളറിയാത്തൊരു ലോകം കൂടി ഉണ്ട് എന്നാണ്. കൊച്ചിക്ക് മറ്റൊരു മുഖമുണ്ട് എന്ന് പറയാം. അതെ, ഇപ്പോൾ സൗത്തിലേക്ക്, ഷെഹനായിസിന്റെ പരിസരത്തിലേക്ക്, നോർത്തിലേക്ക്, KSRTC സ്റ്റാൻഡിന്റെ പരിസരത്തേക്കൊക്കെ ചെന്നാൽ എന്താണ് നമ്മൾ കാണുന്നത്? രാത്രി കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള, അത് സ്ത്രീകൾ മാത്രമല്ലല്ലോ, സ്ത്രീയോ പുരുഷനോ എന്ന് സംശയമുള്ള വർഗത്തിൽപ്പെടുന്ന ആൾക്കാരും ഈ ഒരു ബിസിനസ്സിന് വേണ്ടി ഇവിടെ നിൽക്കുന്നു, നമ്മളുടെ കാറിന്റെ നേരെ കൈ കാണിക്കുന്നു. നമ്മളെങ്ങാനും പരിചയമില്ലാത്തവർ നിർത്തി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ കാണിക്കുന്ന ഒരാളുടെ അടുക്ക വരും ഒരു സുന്ദരിയായ പെൺകുട്ടിയായിരിക്കും. കൗതുകം കൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ എറണാകുളത്ത് ഒരാൾ അങ്ങനെ വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ പറയുന്ന കാറിലേക്ക് കുനിഞ്ഞ് മുഴുഭാഗം വെട്ടി താഴ്ത്തിയ ഒരു ബ്ലൗസ് ആ ഒരു ഭാഗം കാണിച്ച് പ്രലോഭിപ്പിച്ചുകൊണ്ട് ഇവരോട് സംസാരിക്കുകയാണ്. ഈ സംസാരത്തിനിടയിൽ തന്നെ ഒരുപക്ഷെ ഇവരുടെ മൊബൈൽ കവർന്നിരിക്കാം, അല്ലെങ്കിൽ ഈ ബിസിനസ്സിന് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ കയ്യിലുള്ള സ്വർണ്ണമാല, വാച്ച് തുടങ്ങിയ കാര്യങ്ങൾ
പിടിച്ചെടുക്കാൻ പിടിച്ചുപറി ഇതിന്റെ മറവിലുണ്ട്. നടക്കുന്നുണ്ട്. നാണക്കേട് കൊണ്ട് പലരും രംഗത്ത് വരുന്നില്ല. വലിയ ലക്ഷങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ട് വീണ്ടും ലക്ഷങ്ങൾ ചോദിക്കുമ്പോഴാണ് ആൾക്കാർ രംഗത്ത് വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, കൊച്ചി കേന്ദ്രമാക്കി ഇത്തരം സംഘങ്ങൾ ഓൺലൈനിലുണ്ട്, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലുണ്ട്, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുണ്ട്, പരസ്യം ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പോലീസ് ഇവരുടെ പിന്നാലെയുണ്ട്. പോലീസ് ഇവരുടെ പിന്നാലെ ചെല്ലുമ്പോൾ പരിമിതി എന്ന് പറയുന്നത് നിയമത്തിന് വേണ്ടത്ര ഉറപ്പോ ശക്തിയോ ഇക്കാര്യത്തിൽ ഒരു ഉരുക്കുമുഷ്ടി പ്രയോഗിക്കാൻ ഇല്ല എന്നതാണ് കോടതിയിൽ നിന്ന് ഇവരെല്ലാം ഈസിയായിട്ട് ഇറങ്ങിപ്പോരുന്നതോടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്.